ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോയ്സ് കോഡ് നോർമൽ ഫോമിനെ കുറിച്ചിട്ടാണ്. ഇത് തേർഡ് നോർമൽ ഫോമിലെ കണ്ടീഷൻസ് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടാണ് ബോയ്സ് കോഡ് നോർമൽ ഫോം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, 3.5 നോർമൽ ഫോം. അപ്പൊ ഒരു ടേബിളിനകത്ത് നമ്മൾ തേർഡ് നോർമൽ ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ആ ടേബിളിലെ റിഡൻഡൻസീസും അനോമലീസും എല്ലാം റിമൂവ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ലെവലിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടിയിട്ട് ചില കേസസിൽ ചില ടേബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എത്ര കണ്ട് ആ ഡാറ്റാബേസ് വലുതാണോ അതിനനുസരിച്ചിട്ട് വീണ്ടും റിഡൻഡൻസി ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ വീണ്ടും ആ ടേബിളിനെ ഡീകമ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്താണ് നമ്മൾ തേർഡ് നോർമൽ ഫോമിന് ശേഷം BCNF എന്നുള്ള നോർമൽ ഫോം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റിൽ പറയുന്നത് ഇറ്റ് ഷുഡ് ബി തേർഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോമിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്, ഡിറ്റർമിനൻസ് ഷുഡ് ബി എ സൂപ്പർ കീ. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു ഫംഗ്ഷൻ ഡിപെൻഡൻസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് മോസ്റ്റ് ഓഫ് ദി കേസസ് അതൊരു കീ ആയിരിക്കും. കീ എന്ന് പറയുമ്പോൾ സൂപ്പർ കീ ആക്കാം. സൂപ്പർ കീന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാൻഡിഡേറ്റ് കീയും പ്രൈമറി കീയും കോമ്പോസിറ്റ് കീയും ഒക്കെ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഉറപ്പായിട്ടും അവിടെ ഒരു സൂപ്പർ കീ ആയിരിക്കണം. ഡിറ്റർമിനന്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബോയ്സ് കോഡ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ പറയുന്നത്. ഇവിടെ ഞാൻ രണ്ട് ടേബിൾസ് വെച്ചിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ടേബിൾ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഞാൻ പറയുന്നത് ഇത് BCNF ഫോമിലാണെന്ന്. ഇനി BCNFലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നിലുള്ള നോർമൽ ഫോം എല്ലാം ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. ഇത് ഫസ്റ്റ് നോർമൽ ഫോമിലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നോർമൽ ഫോമിലാണ്, കാരണം ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും ആട്രിബ്യൂട്ട്സിന്റെ എല്ലാ വാല്യൂസും അറ്റോമിക് ആണ്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് നോർമൽ ഫോമിലാണ്. രണ്ടാമത്തെ എന്താണ് നമുക്ക് പറയാനുള്ളത്, സെക്കൻഡ് നോർമൽ ഫോമിൽ പാർഷ്യൽ ഡിപെൻഡൻസി പാടില്ല. ഈ ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇതിലെ കീ എന്ന് പറയുന്നത് സൂപ്പർ കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ എന്ന് കൺസിഡർ ചെയ്തോളൂ. ആ കീ എന്ന് പറയുന്നത് കസ്റ്റമർ ഐഡിയും ബ്രാൻഡും ജോയിൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ സെല്ലറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പാർഷ്യൽ ഡിപെൻഡൻസി വെച്ചിട്ട് എന്താ പറയേണ്ടത്, ഒന്നുകിൽ കസ്റ്റമർ ID മാത്രമായിട്ടോ അല്ലെങ്കിൽ ബ്രാൻഡ് മാത്രമായിട്ടോ സെല്ലറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർഷ്യൽ ഡിപെൻഡൻസിയാണ്. പക്ഷെ ഈ ടേബിൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു ഡിപെൻഡൻസി ഇതിനകത്ത് എക്സിസ്റ്റിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് സെക്കൻഡ് നോർമൽ ഫോമിലുമാണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, തേർഡ് നോർമൽ ഫോമിലേക്ക് എന്താ പറയുന്നത്, ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി പാടില്ലാന്ന്. പക്ഷെ ഈ ഒരു ടേബിളിനകത്ത് ആകെ ഒരു ഡിപെൻഡൻസി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആ ഒരു ഡിപെൻഡൻസിയിലോട്ട് പോകുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. സോ ഈ ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോമിലും കൂടിയാണ്. ഇനി നെക്സ്റ്റ് BCNFന്റെ കണ്ടീഷൻ എന്താ നമ്മൾ പറഞ്ഞത്, LHS മസ്റ്റ് ബി എ സൂപ്പർ കീ എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഉറപ്പായിട്ടും ഒരു സൂപ്പർ കീ ആയിരിക്കണം. ഇവിടുത്തെ സൂപ്പർ കീ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കസ്റ്റമർ ഐഡിയും ബ്രാൻഡും ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത് തന്നെയാണ് വരുന്നത്. വേറെ ഒരു ഡിപെൻഡൻസിയും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് BCNF ഫോർമാറ്റിലും കൂടിയാണ്. ഇനി നെക്സ്റ്റ് ഇതേ ടേബിൾ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ BCNF എന്നുള്ള കണ്ടീഷൻ അത് ബ്രേക്ക് ചെയ്യണം. അത് എങ്ങനെയാ നോക്കാം. ഈ ഒരു ടേബിളില് കസ്റ്റമർ ID ബ്രാൻഡ് സെല്ലർ ഉണ്ട്. ഇപ്പൊ സെല്ലർ ഇപ്പൊ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗിന്റെ കേസിൽ സെല്ലേഴ്സ് മാറി വരാം. അതുപോലെ തന്നെ ഓഫേഴ്സ് വരുന്ന സമയത്ത് അതിൽ പ്രൈസ് അങ്ങനെ എല്ലാ മോഡിഫിക്കേഷൻസ് വരാം ഒരു ഡാറ്റാബേസിന്റെ ഉള്ളിൽ. അപ്പൊ അതിലൊരു ചെറിയ പോർഷനാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിലും ഇവിടെയും ഞാൻ എടുത്തിരിക്കുന്നത് കീ എന്ന് പറയുന്നത് കസ്റ്റമർ ഐഡിയും ബ്രാൻഡും കൂടിയാണ്. സോ ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ടേബിളിനകത്ത് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന കസ്റ്റമർ ID ബ്രാൻഡ് ഡിറ്റർമൈൻ സെല്ലർ എന്നുള്ള ഒരു ഡിപെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. പാരലലി ഇവിടെ വേറൊരു പ്രശ്നം കൂടി വന്ന് സെല്ലർ തന്നെ ബ്രാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സെല്ലർ എന്ന് പറയുന്ന ഒരു നോൺ കീ ആയിരുന്നു, ഒരു പ്രൈം ആട്രിബ്യൂട്ട് പോലും അല്ല. അങ്ങനത്തെ ഒരു ആട്രിബ്യൂട്ട് ബ്രാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിപെൻഡൻസിയിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഇതൊരു കീ അല്ല, സൂപ്പർ കീ അല്ല. അതുകൊണ്ട് തന്നെ ഇത് BCNF എന്നുള്ള കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു BCNF ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ വീണ്ടും ഡീകമ്പോസ് ചെയ്യണം. അപ്പൊ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ രണ്ട് ടേബിൾസ് ആക്കിയിട്ട് മാറ്റാം. സോ ഇപ്പൊ നോക്കിയാൽ നമ്മളുടെ ഈ ഒരു ടേബിളിനെ രണ്ട് ടേബിൾസ് ആക്കി മാറ്റി. ഫസ്റ്റ് ടേബിളിൽ കസ്റ്റമർ ഐഡിയും സെല്ലറും വരുന്ന ഒരു ഗ്രൂപ്പും രണ്ടാമത്തേൽ സെല്ലറും ബ്രാൻഡും വരുന്ന ഒരു ഗ്രൂപ്പും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പ്രൈമറി കീ ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ വരാം. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും, ഒരു വലിയ ടേബിളിന്റെ ഒരു പോർഷൻ മാത്രമായിട്ട് എടുത്ത് ചെയ്യാണ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. അപ്പോൾ
അതിൽ നമ്മൾ കസ്റ്റമർ ഐഡിയും സെല്ലറും കൂടിയിട്ടാണ് ഇതിനകത്ത് ഒരു കീ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇതിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ടേബിളിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലർ എന്നുള്ളത് യുണീക്ക് ആയിട്ടാണ്. സോ സെല്ലറിന് നമുക്ക് ഇവിടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വേയിലാണ് നമ്മൾ BCNF ഫോമിലോട്ട് ഒരു ടേബിളിനെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാകട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിലും മോസ്റ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വലിയ ടേബിൾ എല്ലാം തന്നിട്ട് അതിനകത്തുള്ള ഡിപെൻഡൻസി നോർമൽ ഫോം ഏതാണ് എന്നുള്ളതൊക്കെ ചോദിക്കാൻ വളരെ റയർ ആണ്. പക്ഷെ അതിന് പകരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ തരും, അതിന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ഫങ്ഷണൽ ഡിപെൻഡൻസീസും തരും. എന്നിട്ട് ആ ഒരു ടേബിൾ അല്ലെങ്കിൽ ആ റിലേഷനിലുള്ളത് ഏത് നോർമൽ ഫോമിലാണ് അല്ലെങ്കിൽ ആ ഒരു ടേബിളിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാക്സിമം നോർമൽ ഫോം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനത്തെ കേസിൽ ഒരിക്കലും നമുക്ക് ആ ടേബിൾ മൈൻഡിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫുൾ സ്ട്രക്ചർ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർഹെഡ് ആയിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഈസി സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ സെക്കൻഡ്, തേർഡ്, അതുപോലെ തന്നെ BCNF ഇതാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഈ 3 നോർമൽ ഫോമിന്റെ കേസസിലും എത്രയും പെട്ടെന്ന് എങ്ങനെ ഫങ്ഷണൽ ഡിപെൻഡൻസിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് അത് ഏത് നോർമൽ ഫോമിലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു BCNF നോർമൽ ഫോം എങ്ങനെയാണ്, അത് എങ്ങനെ ഡീകമ്പോസിഷൻ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.